രാമായണ പാരായണം 4. ഭാർഗവ ഗർവശമനം. അന്നേരം വസിഷ്ഠനെ വന്ദിച്ചു ദശരഥൻ ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലുകന്നാൻ. മനവ കുറഞ്ഞൊരു ഭീതിയുണ്ടാകും ഇപ്പോൾ, പിന്നീടം അഭയവും ഉണ്ടാമെന്നറിഞ്ഞാലും ഏതുമേ പേടിക്കേണ്ട നല്ലതേ വന്നുകൂടൂ. ഖേദവുമുണ്ടാകേണ്ട കീർത്തിയും വർദ്ധിച്ചിടും. ഇത്തരം വിധിസുതൻ അരുളി ചെയ്ത നേരം പദ്ധതി മധ്യേ കാണായി വന്നു ഭാർഗവനെയും. നീലനീരത നിഭ നിർമ്മലവർണ്ണത്തോടും നീലലോഹിത ശിഷ്യൻ ബിടവാസനസമൻ ക്രുദ്ധനായി പരശുബാണാസനങ്ങളും പൂണ്ട് പദ്ധതി മധ്യേ വന്നു നിന്നപ്പോൾ ദശരഥൻ ബദ്ധസാധ്വസം വീണു നമസ്കാരവും ചെയ്താൻ. ബുദ്ധിയും കെട്ടുനിന്നുള്ള മറ്റുള്ള ജനങ്ങളും ആർത്തനായി പങ്ക്തിരഥൻ ഭാർഗവരാമൻ തന്നെ പേർത്തു വന്നിച്ചു ഭക്ത്യാ കീർത്തിച്ചാൻ പലതരം. കാർത്തവീര്യാരേ ചരിത്ര പരിത്രാഹിമാം തപോനിധേ മാർത്താണ്ഡകുലം പരിത്രാഹി കാരുണ്യാംബുധേ. ക്ഷത്രിയാന്തക പരിത്രാഹി മാം യമദഗ്നിപുത്ര മാം പരിത്രാഹി രേണുകാത്മജ വിഭൂ. പരശുപാണേ പരിപാലയ കുലം മമ പരമേശ്വരപ്രിയ പരിപാലയ നിത്യം. പാർത്ഥിവ സമുദായ രക്തതീർത്ഥത്തിൽ കുളിച്ചാസ്തയ പിതൃഗണ തർപ്പണം ചെയ്ത നാഥ. കാത്തുകൊള്ളുക തപോവാരിധേ ഭൃഗുപതേ കാൽത്തളിരായിണ തവ ശരണം മമ വിഭൂ. ഇത്തരം ദശരഥൻ ചൊന്നതാദരിയാതെ ബദ്ധരോഷേണ വന്യജ്വാല പൊങ്ങിയിടും വണ്ണം വക്ത്രവും മധ്യാന്യാർക്കമണ്ഡലം പോലെ ദീപ്ത്യാ സത്വരം ശ്രീരാമനോടരുളി ചെയ്തിടിനാൻ. ഞാനൊഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിങ്കൽ മാനവനായ ഭവാൻ ക്ഷത്രിയനെന്നാകിലോ നില്ലുനില്ല അരക്ഷണം എന്നോട് യുദ്ധം ചെയ്യുവാൻ. വില്ലിങ്കൽ നിനക്കേതും വല്ലഭമുണ്ടല്ലോ കൾ. നീയല്ലോ ബലാൽ ശൈവചാപം ഖണ്ഡിച്ചത്, എൻ്റെ കയ്യിലുണ്ടൊരു ചാപം വൈഷ്ണവം മഹാസാരം. ക്ഷത്രിയകുലജാതനാകിൽ നീ ഇതുകൊണ്ട് സത്വരം പ്രയോഗിക്കിൽ നിന്നോട് യുദ്ധം ചെയ്വൻ. അല്ലായെങ്കിൽ കൂട്ടത്തോടെ ഇടുന്നതുണ്ടില്ല സന്ദേഹമെനിക്കെന്നത് ധരിച്ചാലും. ക്ഷത്രിയകുലാന്തകൻ ഞാനെന്നതറിഞ്ഞില്ലേ, ശത്രുത്വം നമ്മിൽ പണ്ടേ ഉണ്ടെന്നോർക്ക നീ. രേണുകാത്മജനേവം പറഞ്ഞോരനന്തരം ക്ഷോണിയും പാരമൊന്ന് വിറച്ചു ഗിരികളും. അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞു ദിക്കുകളും സിന്ധുവാരിയുമൊക്കെ കലങ്ങിമറിഞ്ഞിതു. എന്തോന്നു വരുന്നിതെന്നോർത്ത് ദേവാദികളും ചിന്ത പൂണ്ടുഴന്നിതു താപസവരന്മാരും. പങ്കിസന്തനൻ ഭീതി കൊണ്ടു വേപതു പൂണ്ട് മുഗ്ധഭാവവും പൂണ്ട് രാമനാം കുമാരനും. ക്രുദ്ധനാം പരശുരാമൻ തന്നോട് അരുൾ ചെയ്തു, ചൊല്ലെഴും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോടിങ്ങനെ തുടങ്ങിയാൽ ആശ്രയം അവർക്ക് എന്തോന്നുള്ളത് തപോനിധേ. സ്വാശ്രമകുലധർമ്മം എങ്ങനെ പാലിക്കുന്നു നിന്തിരുവടി തിരുവുള്ളത്തിങ്കൽ ഏറുന്നതിന് അന്തരമുണ്ടോ പിന്നെ വരുന്നു നിരൂപിച്ചാൽ. അന്ധനായിരിപ്പോരു ബാലകനുണ്ടോ ഗുണബന്ധനം ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും. ക്ഷത്രിയകുലത്തിങ്കൽ ഉത്ഭവിക്കുകയും ചെയ്തേൻ, ശസ്ത്രാസ്ത്രപ്രയോഗ സാമർഥ്യവുമില്ലല്ലോ താനും. ശത്രുമിത്രോദാസീന ഭേദവും എനിക്കില്ല, ശത്രുസംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലയല്ലോ. അന്ധകാന്തകൻ പോലും ലംഘിച്ചിടുന്നതല്ല നിന്തിരുവടിയുടെ ചിന്തിതം അതുമൂലം. വില്ലിങ്ങു തന്നാലും ഞാനാകിലോ കുലച്ചിടാം, അല്ലെങ്കിൽ തിരിവുള്ള കേടുമുണ്ടാക വേണ്ട.
സുന്ദരൻ സുകുമാരൻ ഇന്ദിരാപതി രാമൻ കന്ദർപ്പകളേപരൻ കാഞ്ചലോചനൻ പരൻ ചന്ദ്രചൂടാരവിന്ദ മന്ദിര മഹേന്ദ്രാദി വൃന്ദാരകേന്ദ്ര മുനിവൃന്ദവന്ദിതൻ ദേവൻ മന്ദഹാസവും പൂണ്ടു വന്നിച്ചു മന്ദേതരം നന്ദിച്ചു ദശരഥ നന്ദനൻ വില്ലും വാങ്ങി നിന്നരുളുന്ന നേരം ഈരേഴു ലോകങ്ങളും ഒന്നിച്ചു നിറഞ്ഞൊരു തേജസ് കാണായി വന്നു. നിന്നരുളുന്ന നേരം ഈരേഴു ലോകങ്ങളും ഒന്നിച്ചു നിറഞ്ഞൊരു തേജസ്സു കാണായി വന്നു. കുലച്ചു വാണമേഘം എടുത്തു തൊടുത്ത ദാശ് വലിച്ചു നിറച്ചുടൻ നിന്നത് ജിതശ്രമം. ചോദിച്ചു ഭൃഗുപതി തന്നോട് രഘുപതി മോദത്തോട് അരുളി ചെയ്തിടണം ദയാനിധേ. മാർഗണം നിഷ്ഫലമായി വരികയില്ല മമ ഭാർഗവരാമ ലക്ഷ്യം കാട്ടിത്തന്നീട വേണം. ശ്രീരാമവചനം കേട്ടന്നേരം ഭാർഗവനും ആരൂഢാനന്ദം അതിനുത്തരമരുൾ ചെയ്തു. ശ്രീരാമ രാമ മഹാബാഹോ ജാനകീപദേ ശ്രീരമണാത്മാ രാമ ലോകാഭിരാമ രാമ ശ്രീരാമ സീതാഭിരാമാനന്ദാത്മക വിഷ്ണു ശ്രീരാമ രാമ രമാ രമണ രഘുപതേ ശ്രീരാമ രാമ പുരുഷോത്തമ ദയാനിധേ ശ്രീരാമ സൃഷ്ടിസ്ഥിതി പ്രളയഹേതുമൂർത്തേ ശ്രീരാമ ദശരഥനന്ദന ഋഷികേശ ശ്രീരാമ രാമ രാമ കൗസല്യാത്മജ ഹരേ. എങ്കിലോ പുരാവൃത്തം കേട്ടുകൊണ്ടാലും മമ പങ്കജവിലോചന കാരുണ്യവാരാനിധേ. ചക്രതീർത്ഥത്തിങ്കൽ നിന്നെത്രയും ബാല്യകാലേ ചക്രപാണിയൻ എന്നെ തപസ്സു ചെയ്തേൻ ചിരം. ചക്രപാണിയെ തന്നെ തപസ്സു ചെയ്തേൻ ചിരം. ഉഗ്രമാം തപസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെയെല്ലാം നിഗ്രഹിച്ചനുദിനം സേവിച്ചേൻ ഭഗവാനെ. വിഷ്ണു കൈവല്യമൂർത്തി ഭഗവാൻ നാരായണൻ ജിഷ്ണുസേവിതൻ ഭജനീയൻ ഈശ്വരൻ നാഥൻ മാധവൻ പ്രസാദിച്ചു മൽപുരോഭാഗേ വന്ന് സാദരം പ്രത്യക്ഷനായി അരുളി ചെയ്തിടിനാൻ. ഉത്തിഷ്ഠോത്തിഷ്ഠ ബ്രഹ്മൻ തുഷ്ടോഹം തപസാതെ സിദ്ധിച്ചു സേവാഫലം നിനക്കെന്നറിഞ്ഞാലും മത്തേജോയുക്തൻ ഭവാൻ എന്നതുമറിഞ്ഞാലും കർത്തവ്യം പലതുണ്ട് ഭവതാ ഭൃഗുപതേ. കൊല്ലണം പിതൃഹന്താവാകിയ ഹേഹയനെ ചൊല്ലഴും കാർത്തവീരാർജുനനാം നൃപേന്ദ്രനെ വല്ലജാതിയും അവൻ മൽക്കലാംശം ജനല്ലോ വല്ലഭം ധനുർവേദത്തിനവനേറുമല്ലോ. ക്ഷത്രിയവംശം 21 പരിവൃത്തി യുദ്ധേ നിഗ്രഹിച്ച് കശ്യപന് ദാനം ചെയ്യുക. പൃഥ്വീമണ്ഡലമൊക്കെ പിന്നെ ശാന്തിയെ പ്രാപിച്ച് ഉത്തമമായ തപോനിഷ്ഠയാ വസിച്ചാലും പിന്നെ ഞാൻ ത്രേതായുഗേ ഭൂമിയിൽ ദശരഥൻ തന്നുടെ തനയനായി വന്ന് അവതരിച്ചിടും. അന്ന് കണ്ടിടാൻ തമ്മിലെന്നാൽ എന്നുടെ തേജസ് അന്യൂനം ദാശരഥി തന്നിലേക്കാക്കിയിടുക. പിന്നെയും തപസ് ചെയ്ത ആ ബ്രഹ്മപ്രളയാന്തം എന്നെ സേവിച്ചു വസിച്ചിടുക മഹാമുനേ എന്നരുൾ ചെയ്തു മറഞ്ഞിടിനാൻ നാരായണൻ. തന്നെ യോഗങ്ങളെല്ലാം ചെയ്തത് ഞാനും നാഥ. തന്തിരുവടി തന്നെ വന്നവതരിച്ചൊരു പങ്ക്തിസന്തനസുതനല്ലോ നീ ജഗൽപതേ. എങ്കിലുള്ളൊരു മഹാവൈഷ്ണവ തേജസ്സെല്ലാം നിങ്കലാക്കിയിടുവാനായി തന്നിത് ശരാസനം. ബ്രഹ്മാതിദേവകളാൽ പ്രാർത്ഥിക്കപ്പെട്ടുള്ളൊരു ധർമ്മങ്ങൾ മായാബലം കൊണ്ട് സാധിപ്പിക്ക നീ. സാക്ഷാൽ ശ്രീനാരായണൻ താനല്ലോ ഭവാൻ. ജഗൽ സാക്ഷിയായിടും വിഷ്ണു ഭഗവാൻ ജഗന്മയൻ. ഇന്നിപ്പോൾ സഫലമായി വന്നത് മമജന്മം. മുന്നം ചെയ്തൊരു തപസ്സാഫല്യമെല്ലാം വന്നു. ബ്രഹ്മമുഖ്യന്മാരാലും കണ്ടുകിട്ടിയിടാതൊരു
നിർമ്മലമായ രൂപം കണ്ണായി വന്നത് മൂലം ധന്യനായി കൃതാർത്ഥനായി സ്വസ്ഥനായി വന്നേനല്ലോ നിന്നുടെ രൂപമുള്ളിൽ സന്തതം വസിക്കേണം. ധന്യനായി കൃതാർത്ഥനായി സ്വസ്ഥനായി വന്നേനല്ലോ നിന്നുടെ രൂപമുള്ളിൽ സന്തതം വസിക്കേണം. നിന്നുടെ രൂപമുള്ളിൽ സന്തതം വസിക്കേണം.